എല്ലാവർക്കും നമസ്കാരം. അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും ലോട്ടറി എടുക്കാത്തവർ ആരും കാണത്തില്ല. ഞാൻ അവസാനം എടുത്ത ലോട്ടറി വെച്ചാൽ തിരുവോണ ബമ്പറായിരുന്നു. 25 കോടി രൂപ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ജസ്റ്റ് ഒരു ഭാഗ്യ പരീക്ഷണം. പിന്നെ ഓണക്കാലമല്ലേ എന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. സോ അതിൻ്റെ ശരിക്കും ഒരു അപകടം എന്ന് പറയുന്നത്, അത് പറയുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ കേരളത്തിൻ്റെ ശരിക്കുള്ള വരുമാനം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്ന പോലെ കള്ള്, ലോട്ടറി, പിന്നെ പ്രവാസികളുമാണ്. ഇത് മൂന്നാണ് ശരിക്കും കേരളത്തിൽ നിലനിർത്തുന്നത്. അതെങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഈ വരുന്ന മെയ് 29-ാം തീയതിയാണ് നമ്മുടെ വിഷു ബമ്പർ, 12 കോടിയുടെ വിഷു ബമ്പറിൻ്റെ ഞറുക്കെടുപ്പ് നടക്കുന്നത്. സോ ടിക്കറ്റ് വില എന്ന് പറയുന്നത് 300 രൂപയാണ്. ശരിക്കും പറഞ്ഞാൽ 238 രൂപ സംതിങ് ടിക്കറ്റിൻ്റെ വിലയും ബാക്കി ഗുഡ് ആൻഡ് ടാക്സ് ആ രീതിയിലാണ് അതിൻ്റെ ഒരു ക്രമീകരണം പോകുന്നത്. നിങ്ങൾക്കത് മനസ്സിലാവും. ഇവിടുത്തെ ഞാൻ വിത്ത് എവിഡൻസ് കാണിച്ചു തരാം. കാരണം വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കേരള ഗവൺമെൻറ് ഇറക്കിയ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഗൈഡ് ലൈനും അവരിറക്കിയ റിപ്പോർട്ടാണ് ഞാനീ പറയുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. സോ ടിക്കറ്റ് പ്രൈസ് 300 രൂപ. അത് കഴിഞ്ഞിട്ട് 54 ലക്ഷം ടിക്കറ്റാണ് അവർ വിഷു ബമ്പറിന് വേണ്ടി ഇറക്കിയെന്നാണ് അവർ ഇറക്കിയ ആ നോട്ടീസിൽ വന്നിട്ടുള്ളത്, അവരിറക്കിയ ആ ഒരു പത്രത്തിൽ വന്നിട്ടുള്ളത്. സോ അതിൽ 54 ലക്ഷം രൂപ ഇടയ്ക്ക് ഏകദേശം പ്രൈസ് മണി എന്ന് പറയുന്നത് ഒരു 126 കോടി സംതിങ് രൂപയാണ് ശരിക്കും അതിൻ്റെ ടിക്കറ്റിൻ്റെ ടോട്ടലായിട്ട് വിറ്റുപോയാൽ കിട്ടുന്ന പ്രൈസ് മണി എന്ന് പറയുന്നത്. ഏകദേശം 126 കോടി രൂപ. എന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് പ്രൈസ് 12 കോടി എന്ന് അറിയാമല്ലോ, 12 കോടിയാണ്. അതിനകത്ത് പിന്നെ ടാക്സ് പിടിച്ചിട്ടാണ് ആ എമൗണ്ട് കൊടുക്കുന്നത്. ഓക്കെ, സോ ടോട്ടൽ എമൗണ്ട് നമ്മുടെ ഈ പ്രൈസ് മണിക്ക് കൊടുക്കുന്നത് 48 കോടി രൂപയാണ്. 48 കോടി രൂപ. സോ ഓൾ ടുഗദർ നമ്മൾ എങ്ങനെ നോക്കിയാലും ഏകദേശം ഒരു 75-80 കോടി രൂപ ഗവൺമെൻറ്റിൻ്റെ കീശയിലേക്ക് ഈസി ആയിട്ട് എത്തും. അതെങ്ങനെയാണ് ഇതിൻ്റെ, ഞാൻ ടാക്സ് ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഈ 12 കോടി ഒരാൾക്ക് കിട്ടുമ്പോൾ അവിടെയും ടാക്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ എവിടെ നിന്നാണോ വാങ്ങിയത് ഏജൻറ്റ് കമ്മീഷനുണ്ട്, അവർക്കും ടാക്സ് ഉണ്ട്. ഇത് എല്ലാ ടാക്സ് തിരിച്ച് ഗവൺമെൻറ്റിലേക്കാണ് എത്തുന്നത്. അങ്ങനെ എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 100 കോടി രൂപയ്ക്ക് അടുത്ത് ഗവൺമെൻറ്റിന് ഇത് കിട്ടും, തിരിച്ച് തന്നെ കിട്ടും എങ്ങനെ പോയാലും. സോ ഇതാണ് ശരിക്കുമുള്ള അവസ്ഥ. നമ്മൾ മറ്റ് രാജ്യങ്ങളെ പോലല്ല മറ്റ് രാജ്യങ്ങളിലെ ഒരു നറുക്കെടുപ്പ് കണക്കല്ല കേരളത്തിൽ. എല്ലാ രാജ്യങ്ങളിലും ഈ ലോട്ടറി നറുക്കെടുപ്പൊക്കെ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഇപ്പോൾ ദുബായിലൊക്കെയുള്ള 25 കോടിയുടെയൊക്കെ വലിയ വലിയ നറുക്കെടുപ്പ് നമ്മളൊക്കെ കേൾക്കാറുണ്ട്. സോ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് ഒഴിവാക്കിയാണ് വരുന്നത്. ഇപ്പോൾ അമേരിക്കയിലുണ്ട് അതിൻ്റെ ബമ്പർ ലോട്ടറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വലിയ എമൗണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്നതൊക്കെയല്ല, വലിയ ഹ്യൂജ് എമൗണ്ടിൻ്റെയൊക്കെ ലോട്ടറി ഉണ്ട്. സോ അവിടെ എന്നൊക്കെ പറയുന്നത് അവരുടെ ടാക്സ് ഒഴിവാക്കിയാണ് കൊടുക്കുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇത് കേരളത്തിൻ്റെ വരുമാനമാണ്. നിങ്ങൾ നോക്കിയാൽ മതി ഏതൊക്കെയാണ് ഇവിടെ കേരളത്തിലുള്ള ലോട്ടറി എന്ന്. ദിവസവും ഓരോ ലോട്ടറി ഇവിടെ ഞറുക്കെടുക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ ആലോചിക്കുക അങ്ങനെയല്ല. ഇപ്പോൾ ഒരു വർഷം 365 ദിവസവും മിക്ക ദിവസങ്ങളും ഇവിടെ ലോട്ടറി എടുക്കുന്നുണ്ട്. സോ എല്ലാ ദിവസവും ഓരോ ഭാഗ്യശാലികളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് ഏകദേശം 365 പുറത്ത് കോടീശ്വരന്മാർ ഇവിടെ വരണം. അത് എടുക്കുന്നതൊക്കെ പാവപ്പെട്ട ജനങ്ങളാണ്, അല്ലാതെ വലിയ കോടീശ്വരന്മാരൊന്നും അല്ല എടുക്കുന്നത്. ഓട്ടോ ഡ്രൈവർ അണ്ണന്മാരും ഡെയിലി വർക്ക് ചെയ്യുന്നവരും ചെറിയ പ്രൊഫഷണൽസ് എല്ലാവരും എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ മെജോറിറ്റി എടുക്കുന്നത് ഒരു ഡെയിലി വേജിന് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ അത്രയും പേര് രക്ഷപ്പെടേണ്ടതല്ലേ. പക്ഷെ അങ്ങനെ ഒരു വലിയൊരു മാറ്റത്തിനകത്ത് കാണുക. ശരിക്കും ഇതിൻ്റെ പുറകെ നമ്മൾ പോയി ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ബേസിക്കലി.